ജീവിച്ചിരിക്കെ മരിച്ചവരുണ്ട്. ചുണ്ടിലെ ചിരി കാണുന്നത് കൊണ്ട് മനസ്സിലാകാത്തതാണ്. മടുപ്പ് തോന്നാതെ ആരുടെയെങ്കിലുമൊക്കെ ഉപദേശം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് മാത്രമായിരിക്കും. തിരക്കഭിനയിച്ച് തിരിഞ്ഞു നിൽക്കാതെ ചില സങ്കടത്തിനും സന്തോഷത്തിനും സ്നേഹത്തിനും അത്രയും പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നത് തന്നെയാണ് സൗഹൃദങ്ങളെയും പ്രണയത്തെയും മനോഹരമാക്കുന്നത്. ജന്മം കൊണ്ട് സൗന്ദര്യം നേടാത്തത് മനുഷ്യന്റെ തെറ്റല്ല. സ്വഭാവം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും സുന്ദരനാകാത്തത് മനുഷ്യന്റെ തെറ്റാണ്. കുന്നോളം സ്നേഹം ഉള്ളിലുണ്ടെന്ന് പ്രസംഗിക്കുന്നവരെക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ്. കൊതുകിന് ഒരു പാത്രത്തിൽ ചോര കൊടുത്താൽ കുടിക്കില്ലല്ലോ. നമ്മളെ കുത്തി നോവിച്ചാലല്ലേ അതിന് സമാധാനം കിട്ടൂ. അതുപോലെയാണ് ചില മനുഷ്യരും. നമ്മൾ നന്മ ചെയ്താലും തിരിച്ച് വേദനിപ്പിച്ചാലേ അവർക്ക് തൃപ്തി വരൂ. നീ അവഗണിച്ച ശേഷവും ഒരൽപ്പം സ്നേഹത്തിനായി പിറകെ വരുന്നവരെ വലിച്ചെറിഞ്ഞു പോകരുത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യപൂർവം മനുഷ്യരാണവർ. പ്രതീക്ഷകൾ ഇല പോലെയാവണം. കൊഴിയും തോറും പുതിയവ തളിർത്തുകൊണ്ടേയിരിക്കണം. ഇട്ടിട്ടു പോകാനൊരു കാരണത്തിനായി കാത്തിരിക്കുന്ന ബന്ധങ്ങൾക്കു നടുവിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ പേടിയോടെ വീർപ്പുമുട്ടി നിൽക്കുന്നവരാണിന്ന് പലരും. നഷ്ടമായാൽ നീറുന്നത് പ്രണയം മാത്രമല്ല, അത്രത്തോളം സ്നേഹിച്ചിരുന്ന സുഹൃത്തുക്കളെ നഷ്ടമായാലും നീറ്റൽ അനുഭവപ്പെടാറുണ്ട്. പറഞ്ഞാൽ പരിഭവമാവും, കരഞ്ഞാൽ തോൽവിയാകും, ചിരിച്ചാൽ പരിഹാസമാകും. മൗനമാണ് ഉത്തമം. ചില സൗഹൃദങ്ങൾ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ചിലതൊക്കെ ആഗ്രഹങ്ങൾ മാത്രമായി അവശേഷിക്കും. ഒരു സ്ത്രീയുടെ വിധി അവളുടെ വിവാഹത്തിന് മുൻപും പിൻപുമായി വേർതിരിക്കാം. ഒരു സ്ത്രീയുടെ വിധി അവളുടെ സൗന്ദര്യത്തെയോ വിദ്യാഭ്യാസത്തെയോ ആശ്രയിക്കുന്നില്ല, മറിച്ച് അവളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പുരുഷനെ ആശ്രയിച്ചിരിക്കുന്നു. ആരെയും കണ്ട് ജീവിക്കരുത്, ആരെയും കൊണ്ട് നടക്കരുത്. രണ്ടായാലും അവസാനം നമ്മൾ തനിച്ചാകും. അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ മുന്നിൽ അർഹതയെക്കുറിച്ച് വാദിക്കരുത്. വാടിക്കരിഞ്ഞാലും വേറുറച്ചു നിൽക്കുക. വസന്തം നമ്മെ കാത്തിരിപ്പുണ്ട്. മരിക്കാത്ത ഓർമ്മകൾ കൂട്ടിനുള്ളപ്പോൾ ഞാൻ എങ്ങനെ ഒറ്റയ്ക്കാവും? ചിലരോടൊക്കെ നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടവും സ്നേഹവും കരുതലുമൊക്കെ അവരായിട്ട് തന്നെ ഇല്ലാതാക്കാറുണ്ട്. എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാളെ ശല്യം ചെയ്യാതിരിക്കുക. കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾ. ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാവുക എന്നുകൂടിയാണ്. സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലുകളും. കണ്ണടച്ചുള്ള പ്രാർത്ഥനകളിലല്ല, കൺമുന്നിലെ മനുഷ്യരോടുള്ള പെരുമാറ്റത്തിലാണ് കരുണ നിറയേണ്ടത്. നിന്റെ ഉയർച്ചയ്ക്കു വേണ്ടി മറ്റൊരാളുടെ തകർച്ച ആഗ്രഹിക്കരുത്. ചില ബന്ധങ്ങൾ അതിരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവനെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. പ്രതീക്ഷകളുമായി യാത്ര തുടരുമ്പോൾ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളുമായി ചിലർ വന്നേക്കാം. അപ്പോഴൊക്കെ നമുക്കൊന്നേ ചെയ്യാനുള്ളൂ, പുഞ്ചിരിച്ചുകൊണ്ട് കേൾക്കുക. അത്രമാത്രം. ആ പുഞ്ചിരിയിൽ ഉണ്ടാവണം തളരില്ല എന്ന മനോഭാവം. തിരിഞ്ഞു നോക്കിയാൽ അധികവും തിരിച്ചറിവുകളാണ്. ആദ്യം വയറ്റിനുള്ളിൽ, അവസാനം മണ്ണിനുള്ളിൽ, ഇതിനിടയിൽ ആരുടെയൊക്കെയോ മനസ്സിനുള്ളിൽ. അതാണ് ജീവിതം. നമ്മളെ മറന്നുപോയവർക്കറിയില്ല ഓർമ്മിച്ചിരിക്കുന്നവന്റെ വേദന. ഒരു മനുഷ്യൻ അയാളിലേക്ക് മാത്രമായി സ്വയം ചുരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അയാൾ അത്രമേൽ വേദനിച്ചിരിക്കണം. കറുപ്പിനും വെളുപ്പിനുമൊന്നുമല്ല, ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവർക്കാണ് ഭംഗി. കാലത്തിനും മായ്ക്കാൻ കഴിയാത്ത സത്യമാണ് സ്നേഹം. പക്ഷേ മനസ്സിനെ വേദനിപ്പിക്കാൻ കാലം തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധവും സ്നേഹമാണ്.